ഷാനിമോൾ ഉസ്മാനെതിരെ കേസെടുത്ത് പോലീസ്. പോളിംഗ് ബൂത്തിൽ നിരോധന ഉത്തരവ് ലംഘിച്ചതിനെ തുടർന്ന് അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെതിരെ കേസെടുത്ത് പോലീസ്. പോളിംഗ് സമയം കഴിഞ്ഞ ശേഷം ബൂത്തിൽ കയറാൻ ആർക്കും അനുവാദമില്ല എന്ന തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിനാണ് നടപടി. ഷാനിമോൾ ഉസ്മാനെ പെരുമ്പളം സർക്കാർ സൗത്ത് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കടത്തിവിടാത്തതിനെ ചൊല്ലി സംഘർഷമുണ്ടായിരുന്നു. പോളിംഗ് സമയത്തിന് ശേഷം പോളിംഗ് ബൂത്തിൽ കയറാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ഷാനിമോൾ ഉസ്മാൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. കൊച്ചി മേയർ VK മിനിമോൾക്കെതിരായ അഴിമതി അന്വേഷണത്തിലെ നിർണായക രേഖകൾ പുറത്ത്. 2021 കൗൺസിലറായ സമയത്ത് VK മിനിമോൾ നടത്തിയ ഇടപാടിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. റോഡ് പണിക്കായി സ്വന്തം അക്കൗണ്ടിൽ 3 ലക്ഷം രൂപ വാങ്ങിയെന്നും എന്നാൽ പണി നടത്തിയത് കോർപ്പറേഷന്റെ ചിലവിലെന്നും വിജിലൻസ് കണ്ടെത്തി. ഇതിനായി ഫ്ളാറ്റ് നിർമ്മിക്കുന്ന കമ്പനിക്ക് എഴുതിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരാതി ഉയർന്നതോടെ 3 ലക്ഷം രൂപ മിനിമോൾ തിരികെ നൽകിയെങ്കിലും അഴിമതി പണം തിരിച്ചു നൽകിയാൽ കേസ് തീരില്ല എന്നായിരുന്നു വിജിലൻസ് കോടതി നിലപാട്. കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടി നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് നേരിട്ട് ഹാജരാകണം. INTUC നേതാവ് R ചന്ദ്രശേഖരനും കോർപ്പറേഷൻ MD KA രതീഷുമാണ് കേസിലെ പ്രതികൾ. INTUC നേതാവ് R ചന്ദ്രശേഖരൻ, മുൻ MD KA രതീഷ് എന്നിവർക്കെതിരെ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ നൽകാത്ത സർക്കാർ നിലപാടിനെതിരെയാണ് കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. പലതവണ കോടതികൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. സർക്കാർ അനുമതി നൽകാത്തതിനെ നേരത്തെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് സർക്കാർ വീണ്ടും സത്യവാങ്മൂലം നൽകിയത്. പ്രതികൾക്കെതിരെ തെളിവില്ലാത്തതിനാൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനാവില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ എണ്ണ കമ്പനികൾ മണ്ണെണ്ണ വില പുതുക്കി നിശ്ചയിച്ചത് മത്സ്യമേഖലയിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധി. മണ്ണെണ്ണ വില 53 രൂപ വരെ വർദ്ധിക്കുമെന്നതിനാൽ കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇൻബോർഡ് വള്ളങ്ങളുടെ ഉടമകൾക്ക്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മണ്ണെണ്ണ ഉപയോഗിക്കുന്ന ഇൻബോർഡ് വള്ളങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ ഉപഭോഗത്തിലും സംസ്ഥാനം മുന്നിലാണ്. ലിറ്ററിന് 102 രൂപയായിരുന്നു മുമ്പത്തെ വില. ഇപ്പോൾ അത് 153.59 ആയിട്ടുണ്ട്. വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്തത്തിൽപ്പെട്ട മാതാപിതാക്കളെയും സഹോദരിയെയും വീടും നഷ്ടപ്പെട്ട ശ്രുതി സർക്കാർ ടൗൺഷിപ്പിൽ വീട് ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ മന്ത്രിസഭ തള്ളി. കോൺഗ്രസ് ശ്രുതിക്ക് വീട് നൽകാതെ കബളിപ്പിച്ചെന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖും ശ്രുതിക്ക് ആദ്യം വീട് വെച്ചു കൊടുത്ത ശേഷം കോൺഗ്രസ് 5 ഗ്യാരണ്ടിയെക്കുറിച്ച് സംസാരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ ശ്രുതിയുടെ അപേക്ഷ പരിഗണിച്ച് അവർക്ക് വീട് നൽകാമെന്ന് ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തിട്ടും നൽകണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്.